വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. എന്റെ മാർഗമവൻ, എന്റെ സത്യമവൻ, എന്റെ എല്ലാം അവൻ, അവൻ ആരാധന. എന്റെ മാർഗമവൻ, എന്റെ സത്യമവൻ, എന്റെ എല്ലാം അവൻ, അവൻ ആരാധന. കൈകൾ വീശി ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ. ശക്തിയോട് ചേർന്ന് പാടാം. ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ. ദൈവപുത്ര അങ്ങേക്ക് ആരാധന, യേശുനാഥ അങ്ങേക്ക് ആരാധന. ദൈവപുത്ര അങ്ങേക്ക് ആരാധന, തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്ക് ആരാധന. തിരുസന്നിധിയിൽ കൃപ നൽകിയതാം അങ്ങേക്ക് ആരാധന. കൈകൾ വീശി ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹോസാന ഹല്ലേലൂയ, ഹോസാന. ശക്തിയോടെ പാടാം. ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ. എല്ലാവരും പാടാം. ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ. രണ്ട് കൈകളും ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. എഴുന്നള്ളി വരുന്ന കർത്താവിനെ എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 ഹല. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ ശക്തിയോടെ സ്തുതിക്കട്ടെ. യേശുവേ യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ. ആരാധന 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 ആരാധന. യേശുവേ 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 യേശുവേ. ഈശോയേ യേശുവേ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, യേശുവേ. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനെ ആരാധന. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനെ ആരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അവൻ ആരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അവൻ ആരാധന.
വീശി ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഉറക്കെ പാടാം. ഹോസാന ഹല്ലേലൂയ ഹോസാന ഹല്ലേലൂയ. ശക്തിയോട് ചേർന്ന് ഹോസാന ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ആരാധന 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 ആരാധന. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റു പ്രാർത്ഥിക്കുക. നല്ലവനായ ഈശോയെ, പരമദിവ്യകാരുണ്യമേ, പരമദിവ്യകാരുണ്യമേ, നന്നായി ആരാധിക്കുവാൻ അറിഞ്ഞാരാധിക്കുവാൻ അഭിഷേകം നൽകണമേ. കർത്താവേ, നിന്റെ സമീപത്ത് വിദൂരദേശങ്ങളില് ഈ ആരാധനയിലെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ജീവിക്കുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ ഇടയാക്കണമേ. കർത്താവേ, ആരാധിക്കാൻ ആവശ്യമായ വിശ്വാസത്താൽ എല്ലാ മക്കളെയും അങ്ങ് നിറക്കണമേ. ഇന്ന് ആരാധനയിൽ പുതുതായി പങ്കെടുക്കുന്ന മക്കൾക്ക് നല്ല വിശ്വാസം ബോധ്യവും അടയാളവും നൽകണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ആരാധന സമയം മുഴുവനും സ്വർഗീയ അടയാളങ്ങൾ ലഭിക്കുവാൻ ദൈവവചനങ്ങള് സന്ദേശമായി കർത്താവേ നിന്റെ മനസ്സ് വെളിപ്പെടുത്തുവാൻ അങ്ങയുടെ വചനത്താൽ അങ്ങയുടെ മക്കള് സാന്ത്വനം പ്രാപിക്കുവാൻ അഭിഷേകം നൽകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. കൈകൾ വീശി ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. എല്ലാവരും ചെറുകുറക്കെ പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതും ഉള്ളിൽ പോലും നിലച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതും ഉള്ളിൽ പോലും നിലച്ചതല്ല. ദയതോ നീ എൻ്റെ മേൽ ചൊരിഞ്ഞതാണേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിയിടുന്നു ഞാൻ. ദയതോ നീ എൻ്റെ മേൽ ചൊരിഞ്ഞ
ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. കൈകൾ അടിച്ചുകൊണ്ട് ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. വീണ്ടും കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. ദിവ്യ ഈശോയെ, പരമദിവ്യകാരുണ്യമേ, പരമദിവ്യകാരുണ്യമേ, ദിവ്യ പരമദിവ്യകാരുണ്യമേ, പരമദിവ്യകാരുണ്യമേ, അങ്ങയോടുള്ള സ്നേഹത്താൽ ഈ നിമിഷം എൻ്റെ മനസ്സിനെ നിറക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ആവാസം എനിക്ക് നൽകണമേ. ഞാൻ അങ്ങയെ കൂടുതലായി അറിയുവാൻ, അറിഞ്ഞാരാധിക്കുവാൻ, ആരാധിച്ച് അനുഭവിക്കുവാൻ, അടയാളപ്പെടുത്തുവാൻ, സാക്ഷ്യപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി ശ്രമേന്തി പാടാം. വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. വരിക വരിക ഞങ്ങളിൽ നീ, വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഉച്ചത്തിൽ പാടാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. വരിക 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 ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധാത്മാവേ. ഉച്ചത്തിൽ പാടാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനെ വചനം കിട്ടാൻ വേണ്ടി വീണ്ടും പരിശുദ്ധാത്മാവിന്റെ ഗാനം ആരംഭിക്കുക. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ശക്തിയോട് പാടാം. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ വരിക 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 ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. കൈകൾ ഈശോയിലേക്ക് നീട്ടി പിടിച്ചുകൊണ്ട് പാടാം. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഉച്ചത്തിൽ എല്ലാവരും ചേർന്ന് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ വരിക വരിക ഭാഷാപരത്തോടെ ഭാഷാപരത്തോടെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കർത്താവേ, സ്പർശിക്കണമേ കർത്താവേ. ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ കർത്താവേ. ഹൃദയം തകർന്നവരെ സമാശ്വസിപ്പിക്കണമേ കർത്താവേ.
Praise the Lord. Praise the Lord. കർത്താവിൻ്റെ വചനത്തിൽ പറയാം, എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയും. ഏറ്റു പറഞ്ഞേ, എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പം ആരാണ് അനുഗമിക്കേണ്ടതെന്ന് ഈശോ നമുക്ക് വെളിപാട് നൽകുന്നുണ്ട്. ആരാണ് ഈശോനെ അനുഗമിക്കേണ്ടതെന്ന്? ആരാണ് അനുഗമിക്കേണ്ടത്? ആരാണ് അനുഗമിക്കേണ്ടത്? ഈശോനെ സ്നേഹിക്കുന്നവൻ. ഇനി ബൈബിൾ പറയും, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമെന്നും പറയും. മനുഷ്യൻ്റെ ലക്ഷ്യം ക്ലിപ്തപ്പെടുത്തുന്നുണ്ട് കർത്താവിൻ്റെ വചനം. അത് പൗലോസിലൂടെയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. എന്താ പറയണത്? സ്നേഹം ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഈ രണ്ട് വചനങ്ങളും, എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്നുള്ള വചനവും സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ള വചനവും ഇപ്പോൾ പരിശുദ്ധാത്മാവ് അങ്ങ് അടുപ്പിച്ച് അത് ലൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒരു ദൈവ മനസ്സ് വെളിപ്പെടും. എന്താണ്? ഈശോയെ ആയിരിക്കട്ടെ, ഈശോയെ അനുഗമിക്കുന്നതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങൾ തമ്മിൽ നമ്മുടെ കൃപാസനത്തിൽ എപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെയാണ്. ദൈവ മനസ്സ് വെളിപ്പെടുന്നത് വചനത്തിലൂടെ നമുക്ക് ഫ്ലാറ്റായിട്ടുള്ള പുറം മനസ്സ് വെളിപ്പെടും. ദൈവത്തിൻ്റെ അടിമനസ്സ് വെളിപ്പെടുന്നത്, വർത്തമാനകാല മനസ്സ് വെളിപ്പെടുന്നതെല്ലാം വചനം ലൂപ്പ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ രണ്ട് വചനങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ ഭാഷാപരത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛന് അവസാനമാണ് ഈ വചനം കിട്ടുന്നത്. എന്താണ്? എന്നെ സ്നേഹിക്കണവൻ എന്നെ അനുഗമിക്കട്ടെ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ, എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അത് കഴിഞ്ഞ് കിട്ടുന്ന വചനം എന്താ പറഞ്ഞത്? സ്നേഹമായിരിക്കട്ടെ. അത് 1 കൊരിന്ത്യൻസിൻ്റെ 13 അല്ല 14:1, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. പറഞ്ഞേ, എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അതിൻ്റെ കൂടെ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു സമമിട്ടാൽ നമുക്ക് എന്താ കിട്ടും? ഈശോനെ അനുഗമിക്കുന്നതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ഇപ്പം ജീവിത കാലാവസ്ഥകൾ ഇങ്ങനെ മാറി മാറി വരും. ജീവിത കാലാവസ്ഥകളെ അത് ഇങ്ങനെ മാറി മാറി വരും. മാറ്റമില്ലാത്തത് എന്താണ്? ഇപ്പം അത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട, ധ്യാനിക്കേണ്ട വിഷയമാണ്. ജീവിത കാലാവസ്ഥകൾ അല്ലെങ്കിൽ ലോകത്തിൻ്റെ രൂപഭാവങ്ങളെ, ഇപ്പോൾ 1 കൊരിന്ത്യൻസ് 7:31, 1 കൊരിന്ത്യൻസ് 7:31 എന്താ പറയണത്? ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞേ, ലോകത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ലോകമെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ജീവിതമല്ലേ, അല്ലേ? ജീവിതത്തിൻ്റെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അത് നിങ്ങളോട് പറയുന്ന ഓൺലൈനിൽ പരിശുദ്ധാത്മാ പറയും, ഇനി മാറിക്കൊണ്ടിരിക്കാത്ത കാര്യമുണ്ട്, അതുകൂടി ചേർത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താ? കർത്താവിൻ്റെ വചനം. ദൈവത്തിന് മാറ്റമില്ല, ദൈവത്തിൻ്റെ വചനത്തിനും മാറ്റമില്ല. ഇപ്പം ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല എന്ന് പറയണത് 24 ലൂക്ക 21:34 അല്ലേ? ആകാശം മാറുന്നു, ഭൂമി മാറുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനത്തിന് മാറ്റമില്ല. ദൈവത്തിന് മാറ്റമില്ല എന്ന് പറയണത് ഐസയ 54:10 എന്താ പറയണേ? മലകൾ മാറിപ്പോകാം, കുന്നുകൾ അകന്നു പോകാം, വചനത്തിന് ദൈവത്തിന് മാറ്റമില്ല. അപ്പോൾ നമ്മളത് ദൈവത്തിന് മാറ്റമില്ല എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിന് വചനം ധാരാളിത്തമായിട്ടുള്ള വചനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പറയണത്?
എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിനും മാറ്റമില്ല. ഇപ്പം നമ്മൾ ജെറമ്യ 31:3 വായിച്ചു വരുമ്പോൾ അചഞ്ചലമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണെന്ന് പറയും. അതെന്തിനാ അങ്ങനെ പറയാമെന്നറിയാവോ? അതായത് ചില സമയത്തൊക്കെ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ കയ്യിരിപ്പ് കാരണം അവൻ കുറച്ച് ദൈവത്തിൽ നിന്നൊക്കെ അകന്നു പോയി കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ കാണിച്ച് കഴിയുമ്പോൾ അവന് തന്നെ അറിയാം. നാട്ടുകാരും വീട്ടുകാരും ഒന്നും അറിഞ്ഞില്ലെങ്കിലും അറിയേണ്ടവന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ തീരുമാനമായി കർത്താവിൻ്റെ മുമ്പ് നിൽക്കാനോ പ്രാർത്ഥിക്കാനോ പാടാനോ ഒന്നും ഞാൻ യോഗ്യനല്ല എന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ വിഡ്രോ സിംറ്റംസ് അടിക്കും, ഇല്ലേ? നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധി നിങ്ങളെപ്പോലെ ദൈവത്തിനെ ചിലർ കാണും. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നു കഴിയുമ്പോൾ മനുഷ്യൻ ചില സമയത്ത് ചെറിയ പറയലേ എനിക്ക് തന്നെ എന്നെ പിടിക്കണില്ലെന്ന് പറയത്തില്ലേ. നമ്മുടെ ജീവിതത്തിലെ പലരുടെയും പല സ്വഭാവങ്ങളൊക്കെ കുടുംബത്തിലൊക്കെ കാണുമ്പോഴേ നമ്മളൊക്കെ എന്നാ സ്നേഹിച്ചിട്ടാ എന്ത് കാര്യം, നമ്മൾ എന്തുമാത്രം സ്നേഹിക്കുകയും നമ്മൾ കഷ്ടപ്പെട്ട് ഉറക്കം നിൽക്കുകയും ഓരോരുത്തരെ ചികിത്സിക്കുകയും ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടണത് എട്ടിൻ്റെ പണിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ആൾക്കാർക്ക് ദേഷ്യം വരികയും ആൾക്കാർ ജീവിതത്തിനോട് രാജിയാകുകയും ചെയ്യും ചില സമയത്ത്. ഇനി നമ്മളൊന്നും ഇല്ലെന്ന് പറയും. അപ്പോൾ ഈ മനുഷ്യനോടുള്ള വെറുപ്പും വെറുപ്പൊക്കെ വന്നു കഴിഞ്ഞ് സ്നേഹം ഒക്കെ കുറഞ്ഞു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കറിയാവോ, പുഴയിൽ വെള്ളം കുറഞ്ഞാൽ ഉടനെ കിണറ്റിലെ വെള്ളം കുറയും. ഇപ്പം അങ്ങനെ സംഭവിച്ചില്ലേ, ഇല്ലേ? പുഴയിലൊക്കെ വെള്ളം കുറയുമ്പോൾ വാട്ടർ ലെവല് കിണറിലും കുറയാണ് വരുന്നത്. ഇപ്പം മനുഷ്യനോട് സ്നേഹം കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ദൈവത്തോടും കുറയും. വാട്ടർ ലെവൽ കാര്യം സ്നേഹത്തിനൊരു ലെവലുണ്ട്. ആ ലെവൽ ഒരിടത്ത് കൂടി ഒരിടത്ത് കുറഞ്ഞ് വരത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ലെവല് കീപ്പ് ചെയ്യാൻ പറയും. പൗലോസ് പറയണതാണ്, അതാണ് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. മറ്റുള്ളവർക്ക് പല ലക്ഷ്യങ്ങളുണ്ടാകാം, ദൈവത്തിനെ അറിയാത്തവർക്കും കർത്താവിൻ്റെ വചനത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കാത്തവർക്കും അവർക്ക് ഈ ഭൂമിയിൽ കുറേ ലക്ഷ്യങ്ങളുണ്ടാകാം. പക്ഷേ ദൈവവേദനെ നീ ഈശോനെ അറിഞ്ഞെടുത്തോളം നിനക്ക് ഒരു ലക്ഷ്യമേ പാടുള്ളൂ. എന്താണ്? സ്നേഹമായിരിക്കട്ടെ. അപ്പോൾ മറ്റുള്ളവർ അവിടെ ലക്ഷ്യം മാറ്റിയാലും നീ ലക്ഷ്യം മാറരുത്. കാര്യം നീ ലക്ഷ്യം മാറി നിൻ്റെ നാത്തിനോടുള്ളതാ അല്ലെങ്കിൽ അയൽവാസിയോടുള്ളതാ അല്ലെങ്കിൽ സഹപ്രവർത്തകരോടുള്ള സ്നേഹത്തിൻ്റെ ലെവല് വാട്ടർ ലെവല് കുറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വാട്ടർ ലെവലും ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. അതുകൊണ്ടാണ് ദൈവം പറയണത്, നീ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ നിനക്ക് എന്നോട് സ്നേഹത്തിൻ്റെ കുറവ്, നീ നിൻ്റെ സഹോദരങ്ങളോടുള്ള ശത്രുവിനോട് പോലും സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? വാട്ടർ ലെവല് കീപ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, ഇല്ലേ? ഒരു നിൻ്റെ ചെകിട്ടത്തടിക്കണവന് മറി ചെകിട് കൂടി കാണിച്ചു കൊടുക്കാൻ പറയുമ്പോൾ എന്താണ് എൻ്റെ അർത്ഥം? എന്താ? ഇപ്പം 6:29 ഇല്ലേ ലൂക്കായുടെ സുവിശേഷം 6:29, നിൻ്റെ ഒരു ചെകിടത്തടിക്കണവന് മറു ചെകിട് കൂടി കാണിച്ചു കൊടുക്കാൻ പറയണം. എൻ്റെ അർത്ഥം എന്താണ്? ഒരു ചെകിടത്തടി കിട്ടിയാലും നിൻ്റെ വാട്ടർ ലെവല് സ്നേഹത്തിൻ്റെ ലെവല് കുറഞ്ഞു പോകരുത്. കാര്യം അവിടെ കുറഞ്ഞു പോയുള്ള കുഴപ്പം ഓട്ടോമാറ്റിക്കായിട്ട് നിനക്ക് ദൈവത്തോടുള്ള ലെവലും ഓട്ടോമാറ്റിക് കുറയും. അപ്പോൾ ഈ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തോടുള്ള ലെവല് കുറയുമെന്നുള്ളത് കൊണ്ടാണ് ഈശോ പറഞ്ഞത്, അങ്ങനെ കുറഞ്ഞാലും എനിക്ക് നിന്നോടുള്ള വിശ്വസ്തതയ്ക്ക് കുറവുണ്ടാവത്തില്ലെന്ന്. യു മസ്റ്റ് നോ മൈ ഡൊമൈൻസ്. നീ അത് അറിഞ്ഞേ മതിയാവത്തുള്ളൂ. കൈ അടിച്ച് കർത്താവിനെ കൊണ്ട് അതാണ് എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണെന്ന് പറയണത്. എന്താ കാര്യം എന്നറിയാവോ? എന്താ കാര്യത്തിനാൽ നമ്മൾ മനുഷ്യരോടുള്ള സ്നേഹം അത് അവിടെ നിന്ന് തിക്താനുഭവങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ രാജിയായി പിന്തിരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം ഓട്ടോമാറ്റിക്കായിട്ട് ലെവൽ താഴും. അങ്ങനെ താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും? നീ പ്രാർത്ഥിക്കത്തില്ല. നീ പിന്നെ നിൻ്റെ വഴികളിൽ തന്നെ പഴയ വഴികളിലേക്ക് പോകും. അപ്പോഴേ പോകുമ്പോൾ നിന്നെ തിരിച്ചു വിളിക്കാനാണ് പറയണത്. ദൈവവേദനെ നീ
നാട്ടുകാരോടും തോന്നിയ ആൾക്കാരോടൊക്കെ അവരിൽ നിന്ന് കിട്ടുന്ന തിക്താനുഭവങ്ങൾ കാരണം നീ അവരോടുള്ള വിപ്രതിപത്തി കാണിച്ച് നീ വിഡ്രോവൽ കാണിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നീ എന്നോടും അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് അകന്നു പോകുകയേ ഉള്ളൂ. പക്ഷേ അപ്പോഴും നീ മനസ്സിലാക്കണം, നീ എന്നിൽ നിന്ന് അതുപോലെ അകന്നാലും ഞാൻ നിന്നിൽ നിന്ന് അകരത്തില്ല. എനിക്ക് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. കൈ അടിച്ച് കർത്താൻ. നിങ്ങളെ പരിശുദ്ധാത്മാവെ വിളിച്ച് എനിക്ക് വചനം കിട്ടാതിരുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തരാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ കർത്താവ് നമുക്ക് ദൂത് തന്നത്. അത് നമ്മളുടെ ആധ്യാത്മിക മുന്നേറ്റത്തിന് ഇതൊരു അടിത്തറ പോലെ വരണം. അതായത് ഒരു കാരണവശാലും നിങ്ങൾ എന്തെങ്കിലും ഒരു ജീവിതത്തിൻ്റെ ഇപ്പോൾ രോഗങ്ങളോ അല്ലെങ്കിൽ കടങ്ങളോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയില്ലേ, സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ. ഇപ്പം സ്നേഹമൊക്കെ തണുത്തു പോകുമെന്ന് ബൈബിൾ പറയത്തില്ലേ? സുധുവിടെ ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 സ്തോത്രം യേശുവേ സ്തോത്രം ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ 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 പരിശുദ്ധാത്മാവേ 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 വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അധർമ്മം വർദ്ധിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷമാണ്, അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകും. മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ ഒരു സ്വഭാവം അതാ. അധർമ്മം വർദ്ധിക്കുമ്പോൾ, അധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ കുടുംബത്തിലായാലും കൊടുക്ക വാങ്ങലുകൾ, ബിസിനസ്, പറ്റിക്കൽ, വഞ്ചിക്കൽ, അതുപോലെ തന്നെ ഷെയർ ഒരുമിച്ച് കച്ചവടം ചെയ്യുന്നവരെ, എന്നിട്ട് അറിയാതെ പണം അടിച്ചു മാറ്റുന്നവർ, കള്ളക്കണക്ക് ഉണ്ടാക്കുന്നവർ, കുടുംബത്തിൽ ഭാഗോടമ്പടി ചെയ്ത് അപ്പനെ പ്രീണിപ്പിക്കുകയോ അപ്പനെ പ്രത്യേകിച്ച് അപ്പനെ വശീകരിക്കുകയോ അല്ലെങ്കിൽ അപ്പനെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തുകൊണ്ട് പാകോടമ്പടിയിൽ ഏറ്റക്കുറച്ചിലുണ്ടാക്കി കുറേ ആൾക്കാർ കുറേ നേടിയെടുക്കുക, കുറേ ആൾക്കാർക്ക് നഷ്ടപ്പെടുക, അവർക്ക് വീട് വെക്കാൻ പറ്റാത്ത സ്ഥലം കിട്ടുക, ചിലർക്ക് നല്ല വീട് ഉള്ളവർക്ക് തന്നെ വേറെയും സ്ഥലം കിട്ടുക. ഇങ്ങനെയൊക്കെ കുടുംബങ്ങളിൽ അധർമ്മം ഉണ്ടാകും. ഈ അധർമ്മം വർദ്ധിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കണത്? ബൈബിൾ എന്താ പറയണത്? സ്നേഹം തണുത്തു പോകും. ഈ സ്നേഹം തണുത്തു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അധർമ്മമാണല്ലോ സ്നേഹം തണുപ്പിക്കണത്. സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം തണുപ്പിക്കണത്. പാങ്ങളെയും പെങ്ങളും തമ്മിൽ മിണ്ടാതിരിക്കുന്ന ആൾക്കാരല്ലേ? കേസ് കൊടുത്തില്ലെങ്കിൽ പോലും തമ്മിൽ മിണ്ടത്തില്ല. അധർമ്മം വർദ്ധിച്ചുകൊണ്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്നേഹം ആ വാക്കിൻ്റെ കൂടെയാണ് നമ്മൾ സ്നേഹമായിരിക്കേണ്ടത് നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ള വാക്ക് ചേർത്ത് വെക്കേണ്ടത്. വിശ്വാസിയായിരിക്കുന്നത് ഒരു ചാലഞ്ചാണ്, വെല്ലുവിളിയാണ്. അപ്പോൾ ആങ്ങൾ അങ്ങനെ കാണിച്ചാലും അല്ലെങ്കിൽ അനുജൻ അങ്ങനെ കാണിച്ചാലും നമ്മൾ അരിയും തിന്ന് ആശാരത്തിനെയും കടിച്ച് എന്നിട്ടും പട്ടിക്ക് മുറുമുറുപ്പെന്ന് കിട്ടിയില്ല. അതുപോലെ നമ്മളുടെ വസ്തുവൊക്കെ വഞ്ചിച്ചെടുത്തു, അപ്പനെ വശീകരിച്ചോ അല്ലെങ്കിൽ അമ്മയെ വശീകരിച്ചോ, എന്നിട്ടും നമ്മുടെയൊക്കെയാണ് മോന്തം കയറ്റി നടക്കണം അവർ. അപ്പം നമ്മളെന്ത് ചെയ്യാനാ? അവരെന്തിനാണ് മോന്തം കയറ്റി നടക്കണത്? നമ്മൾ ഭാഗോട്ടപ്പോഴും ചോദിച്ചോണ്ട് ആ വീട്ടിൽ കയറിപ്പ് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം നീ നാഥിനോടത്ത് വീട്ടിൽ ചെല്ലുമ്പോഴേ അവർക്ക് പണ്ടുണ്ടയുടെ നല്ല മോന്തം ഇപ്പം ഇല്ലല്ലോ, നിൻ്റെ വസ്തു അടിച്ചെടുത്തതിൻ്റെ ആണ് അവർക്കാർ കാണിക്കണേ.
അവർക്കറിയാൻ പറ്റിച്ചെടുത്തതാണെന്ന്. അപ്പോൾ നീ അത് പോയി പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനാ, അതിൻ്റെ അപേല് ചെന്ന് കയറാതിരിക്കാനാ, നിൻ്റെ മക്കളെ കണ്ട് വിടാതിരിക്കാനാ ആണ് അവരാ മോന്തം കയറ്റിയിരിക്കുന്നത്. അധർമ്മം വർദ്ധിക്കുമ്പോൾ സ്നേഹം തണുത്തു പോകുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യണത്? പക്ഷേ നീ കർത്താവിൻ്റെ പക്ഷത്താണെങ്കിലേ, എൻ്റെ മക്കളെ, എല്ലാം അമ്മയുടെക്കെന്ന് അപ്പൻ്റെക്കെന്ന് കിട്ടണമെന്ന് നിങ്ങൾ മസിൽ പിടിക്കരുത്, ധരിക്കരുത്. നിങ്ങളെന്ത് ഈ അധർമ്മം നിങ്ങളോട് അവർ കാണിച്ചു, ഇപ്പോൾ അവിടെ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ പോലും നിങ്ങൾക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വിചാരിച്ചു. നിങ്ങൾക്കതിൻ്റെ പേരിൽ എന്നാലും കുഴപ്പമില്ല അച്ഛാ, ഞാൻ ജനിച്ചു വളർന്ന വീടല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലണം. അപ്പോൾ അമ്മ അവിടെ ഇരിക്കുന്നിടത്തോളം കാലമെങ്കിലും അമ്മയെ കാണാവുന്ന ചെല്ലണമല്ല, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും? അല്ലച്ചാ അത് എന്താ സംഭവിച്ചത്? ഞങ്ങൾ കയറണില്ലെന്ന് നമ്മളെ കയറ്റത്തുമില്ല, കയറണില്ലെന്ന് നാട്ടുകാർ മുഴുവൻ ഫോൺ വിളിച്ച് പറയുകയും ചെയ്യും. അതാണ് സംഭവം. നമ്മളെ ചെല്ലുമ്പോൾ കയറ്റത്തില്ല, പക്ഷേ നാട്ടുകാരെന്ന് പറയണത്. ഇപ്പം ഞാൻ മാത്രമുണ്ട് കഴുകാനും എടുക്കാനും ഒക്കെ, ഓരോ മക്കളൊക്കെ ഉണ്ട്, വല്ല കലയുണ്ട്, ഒരെണ്ണം കൊല്ലുമ്പോൾ ഒരു പട്ടിയും കയറത്തില്ലെന്ന് പറയും. അപ്പോൾ നമ്മളെ വിളിച്ച് ചോദിക്കും, എന്താ നിങ്ങളിപ്പോൾ അമ്മനെ കാണാൻ പോണില്ലേ? അപ്പോൾ നമ്മളുടെ ഇടം നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി നമ്മൾ പോകണ്ട് എന്ന് പറയും. നമ്മൾ കാര്യം എന്താ സംഭവിക്കുന്നത്? പഠിക്കാൻ പോലും ചെല്ലാൻ പറ്റത്തില്ല. ഇങ്ങനെ അധർമ്മങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ അധർമ്മം വർദ്ധിക്കുമ്പോൾ സംഭവിക്കാൻ പറ്റുന്നത് എന്താണ്? ബൈബിൾ എന്താ പറയണത്? സ്നേഹം തണുത്തു പോകും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ബൈബിള് പറയും ഈ നാത്തൂനെ പക്ഷത്താക്കിയിട്ട് കാര്യമില്ലെന്ന് പറയും, ആങ്ങളെ പക്ഷത്താക്കിയിട്ട് കാര്യമില്ല എന്ന് പറയും. അങ്ങനെ ധൈര്യമായിട്ട് മനുഷ്യരാശി പറയുന്ന പുസ്തകമാണിത്. പാർട്ടിക്കാരെ പക്ഷത്താക്കിയിട്ട് കാര്യമില്ലെന്ന് പറയും, ആരെയും പക്ഷത്താക്കിയിട്ട് കാര്യമില്ലെന്ന് പറയും. ആരെ പക്ഷത്താക്കണമെന്ന് ഞാൻ പറയാം. ഈശോ എപ്പോഴും പറയാം, ഈശോ പറഞ്ഞ വാക്കാണ് ലോക്യ ജീസസ്, ഞാൻ പറയാമെന്ന് പറയും. ഞാൻ പറയാം. ആരെ പക്ഷത്താക്കണമെന്ന് ഞാൻ പറയാം, ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറയാം. അങ്ങനെയല്ലേ ഈശോ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ലൂക്ക 12 വായിക്കുമ്പോൾ എന്താ പറയണത്? ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറയാം. അപ്പം ഞാനൊരു പറച്ചിലാണത്. മനുഷ്യരാശിയോട് അവൻ്റെ ജീവിത വിഷയങ്ങളിൽ അവന് ഏതാണ് ശരി ഏതാണ് തെറ്റ്, നമ്മൾ സത്യത്തിൻ്റെ മുറിവ് ഏൽക്കുന്ന രക്തസാക്ഷികളാണ്. സത്യം എന്താണ്? നമ്മൾക്കെതിരെ ചെയ്തതാണ് സത്യം, അതിൻ്റെ മുറിവ് നമ്മൾ ഏൽക്കുന്നവരാണ്. അധർമ്മം വർദ്ധിച്ചത് കൊണ്ട് നമ്മളോടുള്ള സ്നേഹവും തണുത്തു പോകുന്നു, നമുക്ക് സ്നേഹിക്കാനും പറ്റണില്ല. അവസാനം നമ്മുടെ മനസ്സിടിഞ്ഞു പോകുന്നു. അവരോട് നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്ത കാരണം അവർ തോന്നിയവാസം കാണിച്ച് നമ്മുടെ വസ്തു വക വഞ്ചിച്ചെടുത്ത് അതിരിക്കണ കാരണം നമുക്ക് അടുക്കാനും പറ്റത്തില്ല, സ്നേഹിക്കാനും പറ്റത്തില്ല. ഇപ്പം അവരോട് അകന്നിരിക്കുന്ന കാരണം വാട്ടർ ലെവലിൻ്റെ പ്രോബ്ലം ഉള്ള കാരണം സ്നേഹം ലെവലാണല്ലോ കീപ്പ് ചെയ്യണത്. അത് കാരണം അവിടെ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിലും കുറയും. അങ്ങനെ കുറയാതിരിക്കാൻ വേണ്ടി ദൈവം പറയും, എന്താ പറയണത്? സ്നേഹമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം വേറെയാണ്. നിങ്ങളുടെ വീട്ടിൽ കയറ്റാതിരിക്കുന്നതാണ് അവിടെ ലക്ഷ്യം. നിങ്ങൾ വീട്ടിൽ കയറ്റിയാൽ ഓഹരി ചോദിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കളെപ്പോലും അതിനകത്ത് കയറ്റാത്തതാണ് അവിടെ ലക്ഷ്യം. അപ്പം നിങ്ങളെന്താ? കയറ്റില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അവരോട് വെറുപ്പില്ലെന്ന് പറയും. അങ്ങനെ പറയാൻ പറ്റണം. ആളെ പെശക. നമ്മൾ സത്യദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. സത്യദൈവത്തിന് മാത്രമേ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. എന്താ പറയണത്? അവരെ അങ്ങനെ നമ്മളോട് അധർമ്മം കാണിച്ച് നമ്മളെ അകറ്റി നിർത്തുമ്പോഴും നീ അവരെ പോലെ ആവരുതെന്ന് പറയും. എന്താ പറയണത്? നീ ഇനി അതിൻ്റെ പേരിൽ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞ പോലെ വചനം പറയും, ആരെ പക്ഷത്താക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വരെ വരുമ്പോൾ ദൈവത്തെ പക്ഷത്താക്കാൻ പറയും. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയുള്ള അവസരം വരുമ്പോൾ അധർമ്മമൊക്കെ വരികയില്ലേ? നിങ്ങൾ പലരും അധർമ്മത്തിൻ്റെ രക്തസാക്ഷികളാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ
ആരെ പക്ഷത്താക്കണമെന്ന് ഞാൻ പറയാം. ആരെ പക്ഷത്താക്കണം? ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ. അതാണ് പ്രശ്നം. ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിർ നിൽക്കും? ഇനി അതിൻ്റെ കൂടെ തന്നെയുള്ള വചനമാണ്, കർത്താവും നമ്മുടെ പക്ഷത്താണെങ്കിൽ നമുക്കിഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളാം. നമ്മൾ റോമ 8:32 8:32, 31 വചനം വായിക്കുമ്പോഴാണ്. ശ്രുതിയുടെ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്കെതിർ നിൽക്കും. അതാണ് 8:31 റോമ. അടുത്ത വചനമാണ് അതുപോലെ പ്രാധാന്യം. എന്നാ പറയണത്? സ്വന്തം പുത്രനെ പോലും, ഏത് പറഞ്ഞ സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് നൽകുകയില്ലേ? ആ വചനം എന്നാ പറയണത്? ഇപ്പം അധർമ്മം വർദ്ധിച്ചെന്ന് പറഞ്ഞില്ലേ? എങ്ങനെയാണ് അധർമ്മം വർദ്ധിച്ചത്? പാകോടമ്പടി ചെയ്തപ്പോൾ നമ്മളെ ഒഴിവാക്കി അല്ലേ? ഒഴിവാക്കി. പല കാര്യങ്ങളിലും നമ്മളെ ഒഴിവാക്കുന്നുണ്ട്. പല കാര്യങ്ങളിലും അതിൻ്റെ വേദനയും പുകയും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹം തണുത്ത് പോവുകയും ചെയ്യുന്നുണ്ട്. പോകണ്ട എന്നാണ് പറയണത്. ദൈവത്തിനെ ഇപ്പം എന്നെ കണ്ടെത്താൻ ഞാൻ നിന്നെ ഇടയാക്കുമെന്നൊരു വചനയില്ലേ? എന്നെ കണ്ടെത്താൻ ഞാൻ നിന്നെ ഇടയാക്കും. ജെറമിയ 29:14 വചനം. എന്നെ കണ്ടെത്താൻ ഒന്ന് പറഞ്ഞേ. എന്നെ കണ്ടെത്താൻ ഞാൻ നിന്നെ ഇടയാക്കും. അപ്പം ഈ അധർമ്മം വർദ്ധിക്കുമ്പോൾ, നമ്മളിങ്ങനെ ഒഴിവാക്കപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയും, ലില്ലിക്കുട്ടി നിന്നെ ഒഴിവാക്കി. പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ആരാ ഒഴിവാക്കിയത്? നാളെ ചത്തുപോണ ആങ്ങളെയാണ് ഒഴിവാക്കിയിരിക്കുന്നത്. പോയി പണി നോക്കാൻ പറയടിയെന്ന് പറയും. എന്താ കാര്യം? നിത്യതയോളം നിന്നോടുകൂടി ഇരിക്കുന്നവൻ നിന്നെ ഒഴിവാക്കിയിട്ടില്ല. നിനക്ക് വേണ്ടി സ്വന്തം പുത്രനെ പോലും അവനെ ഒഴിവാക്കിയിട്ടില്ല. പരിശുദ്ധ പരമ ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, നമ്മൾ ഉടമ്പടി ചെയ്യത്തില്ലേ? ഉടമ്പടി ചെയ്യുമ്പോൾ ഉടമ്പടിയുടെ ഒരു പരിസരം, ഒരു ആധ്യാത്മിക അനുഗ്രഹങ്ങളുടെ ഭൗതിക ഒരു പരിസരമുണ്ട്. ആ ഭൗതിക പരിസരം നന്നായിട്ട് നമ്മൾ അതിനെ ഗൗരവമായിട്ട് നമ്മൾ നടപ്പിൽ വരുത്തുകയാണെങ്കിൽ, അച്ഛൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പ്രാർത്ഥന എല്ലാ ദിവസവും വചനം വായിച്ചു, അരമണിക്കൂർ വെച്ച് നമ്മൾ ഒരു ഉടമ്പടി ധ്യാനം പങ്കെടുത്തു. ബാക്കിയുള്ള ഉടമ്പടി ധ്യാനമെല്ലാം മൊബൈലിൽ കൂടി അല്ലെങ്കിൽ ടി വിയിൽ ലൈവായിട്ട് കൂടി നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു. ഇപ്പോൾ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ഇന്ന് കേട്ടില്ലേ? ഇന്ന് ഈ പ്രേക്ഷിത പ്രവർത്തനം മുഴുവൻ ചെയ്തിരിക്കുന്ന ആരാണ്? പത്രമാണ് ചെയ്തിരിക്കുന്നത്. ആൾക്കാർ സാക്ഷ്യം പറയണവരെല്ലാം പറയണത് വാതോരാതെ സംസാരിക്കണത് എന്തിനെക്കുറിച്ചാണ്? കൃപാസനം കർത്താവിൻ്റെ സ്വർഗീയ പത്രത്തെക്കുറിച്ചാണ്. അതാണ് അനേകം മക്കൾക്ക് ആശ, ദൈവത്തിൽ പോലും ആശ നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് പോലും ആശ കൊടുക്കുക. അപ്പം അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, പിന്നെ ഉടമ്പടിയുടെ കാരുണ്യ പ്രവർത്തനം, ഏറ്റവും പ്രധാനപ്പെട്ട കാരുണ്യ പ്രവർത്തനം.
ആ കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ വളരെ ചിട്ടയായിട്ടും ഭംഗിയായിട്ടും ചെയ്തു വരുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത വേറെ ഒരു സംഭവം അവിടെ നടക്കും. എന്താ കാര്യം? പരിശുദ്ധാത്മാവിനും ജീവിക്കാൻ പറ്റിയ ഒരു ഫോർമാറ്റ് രൂപപ്പെട്ടു വരും. അതാണ് ഉടമ്പടിയുടെ അവിചാരിതമായ ഒരു വിജയമെന്ന് പറയുന്നത്. അതായത് ഉടമ്പടിയുടെ ആധ്യാത്മിക വിശുദ്ധീകരണ നടപടികളെ നമ്മൾ ദൈവസ്നേഹത്തോട് നിറവേറ്റി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഇഫക്റ്റ് ഉണ്ടാകുന്നത് എന്താണെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാനുള്ള, നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ആ ഉടമ്പടി ചെയ്യണമെങ്കിൽ, സത്യസന്ധമായിട്ടാണ് അതിൻ്റെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതെങ്കിൽ, സത്യസന്ധമായിട്ട് ഉടമ്പടിയുടെ പരിശുദ്ധ പ്രവർത്തനം ചെയ്യുന്നതെങ്കിൽ, അതിൻ്റെ പ്രാർത്ഥനാ ശുശ്രൂഷകൾ അനുഷ്ഠിക്കണമെങ്കിൽ അറിയാതെ രൂപപ്പെട്ടു വരുന്ന സംഭവമാണ് എന്താണ്? പരിശുദ്ധാത്മാവ് അതിശക്തമായി പ്രവർത്തിക്കാനുള്ള ഒരു ജീവിത അവസ്ഥ, സാഹചര്യം ഉണ്ടാവും. എൻ്റെ മക്കളെ എപ്പോഴും ലക്ഷ്യം വെക്കേണ്ടത്, ഇപ്പോൾ ഈ ഉടമ്പടി ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്, കർത്താവേ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, നിന്നോടുള്ള സ്നേഹത്താൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ എന്നിൽ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്താ പ്രശ്നം എന്ന് അറിയാമോ? ഇപ്പം ഞാൻ ഈശോയുമായിട്ട് എത്രയോ വർഷത്തെ ബന്ധവും എത്രയോ മനുഷ്യരുമായി ഈശോയുമായിട്ടുള്ള ബന്ധമുണ്ടപ്പോൾ എനിക്ക് എപ്പോഴും പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ പറയുന്നൊരു കാര്യം, അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ചോദിക്കാതെ തരത്തില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ വ്യത്യസ്തമായിട്ട് കുറച്ച് അനുഭവങ്ങളുണ്ടാകാം, അതും വെറും 10%. ഞാനിപ്പോൾ ഇത്ര അച്ഛനായിട്ട് 32 കൊല്ലമായി. ഇന്നുവരെ എനിക്ക് തോന്നിയിട്ട് എനിക്ക് അനുഭവിച്ചിട്ടുള്ളൊരു സത്യമാണ്, നമ്മൾ ചോദിക്കാതെ ദൈവം നമുക്ക് തരത്തില്ല. ചില മണ്ടന്മാരും വിചാരിക്കുമോ ദൈവം എല്ലാം അറിയണില്ലേ, നമ്മുടെ ഇല്ലായ്മയും ദൈവത്തിന് അറിയാൻ പാടില്ലേ? അത് ചുമ്മാ ഒരു അറിവാണ്, ഒരു പ്രയോജനം, കേവലമായ അറിവാണ്. ഭക്ഷണം കഴിച്ച് ജീവിച്ച് പോകണമെന്നെങ്കിൽ ചോദിക്കണം, വായിക്കിടക്കണം, നാക്കുകൊണ്ട് ചോദിക്കണം. അങ്ങനെയാണ് ഈ സംഭവങ്ങൾ. പക്ഷെ ചോദിക്കുന്ന വിഷയം എന്താണെന്നറിയാവോ? ചോദിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ആ ദിവസം നിങ്ങളിൽ നിന്ന് മറക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വചനമുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു അപകടം. ചോദിക്കേണ്ടത് ചോദിക്കണ സമയത്ത് ചോദിക്കാൻ വേണ്ടി മറക്കപ്പെട്ട് കഴിയും. നമ്മളിപ്പോൾ പെര വെക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ സ്വരുക്കൂട്ടുന്നു. നമ്മൾ വിചാരിക്കുന്നു ആ ചിട്ടി വീഴുമ്പോൾ ശരിയായിക്കോളും, അല്ലെങ്കിൽ നമുക്കൊരു പോളിസി ഉണ്ട്, അല്ലെങ്കിൽ ചേട്ടൻ ഇപ്പോൾ റിട്ടയർ ആകണം, അല്ലെങ്കിൽ അവിടുന്ന് PF എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ പല ആൾക്കാരെയും സഹായിച്ചുകൊണ്ട് അവരൊക്കെ സഹായിക്കാമെന്ന് നമ്മൾ തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് അറിവുള്ള കാരണം നമ്മൾ അറിവുള്ളതിൽ ആശ്രയിക്കും. അറിവുള്ളതിൽ ആശ്രയിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ മറക്കപ്പെടും. അതുകൊണ്ടാണ് അച്ഛൻ പരിശുദ്ധാത്മാവിനെ എപ്പോഴും ശ്രദ്ധയോടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണെന്ന് പറയുന്നത്. പല കാര്യങ്ങളും ആ ദിവസം നിന്നിൽ നിന്നും മറക്കപ്പെട്ടിരിക്കണമെന്ന് പറയത്തില്ലേ? അതുപോലെ നമ്മളെ രക്ഷപ്പെടേണ്ട മാർഗങ്ങൾ നമ്മളുടെ മാനുഷികവും ഭൗതികവും അല്ലെങ്കിൽ സംഭ്രമവും വ്യഗ്രതയും ലോകത്തോടുള്ള അറ്റാച്ച്മെൻറ്റ് കാരണം ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ സൂര്യൻ മേഘത്തെ മറക്കുന്നത് പോലെ ഭൗതിക വ്യഗ്രതകളും ഭൗതിക ആശ്രയങ്ങളും ദൈവ വഴികളെ നമ്മളിൽ നിന്ന് മറക്കാം. ഈ മറക്കുമ്പോഴേ ഈ മറക്കുന്ന മേഘത്തെ എങ്ങനെയാണ് മാറ്റണത്? കാറ്റ് കൊണ്ടാണ് മാറ്റണത്. മേഘം പോകണം എങ്ങനെയാ? വാരിക്കൊന്തം കൊണ്ട് കുത്തിയാൽ മേഘം പോവുക? കാറ്റ് വന്നാൽ മേഘം പോകത്തുള്ളൂ. നിൻ്റെ ഭൗതികമായ വ്യഗ്രതകൾ, ഭൗതികമായ സെറ്റപ്പിലുള്ള അമിതാശ്രയം കാരണം ദൈവത്തിൻ്റെ വഴികളെ ചില സമയത്ത് വ്യഗ്രത മേഘങ്ങൾ മറച്ചു കളയും. ഈ മറച്ചു കളയുന്ന കാര്യം എന്താണെന്ന് അച്ഛൻ പറയുന്ന അറിയാവോ? നിൻ്റെ വീണ്ടെടുപ്പിനും ഭൗതികമായ വിടുതലിനും
നീ ഇന്ന് കണക്ക് കൂട്ടിയിരിക്കുന്ന വിഷയങ്ങളെക്കാളും പദ്ധതികളെക്കാളും എളുപ്പമുള്ളതും അധികം ഭാരമില്ലാത്തതുമായ പദ്ധതി ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നീ തിരഞ്ഞെടുത്തിരിക്കുന്ന പദ്ധതി നിൻ്റെ സ്വന്തം ബുദ്ധി ഉരുത്തിരിഞ്ഞതും നാട്ടുനടപ്പനുസരിച്ചുള്ളതും സമൂഹ സമ്പ്രദായത്തിൻ്റെ പേരിലുള്ളതാണ്. അതിന് ഭാരമുണ്ട്. കർത്താവിൻ്റെ പദ്ധതിക്ക് ഭാരമില്ല. എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതിയുണ്ട് എന്ന് പറയുമ്പോഴേ കർത്താവ് പറഞ്ഞു അത് ഭാരമില്ലാത്ത പദ്ധതിയാണെന്ന്. എന്താ കർത്താവ് പറഞ്ഞത്? അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്ക് വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം, എൻ്റെ ഭാരം ലഘുവാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മളുടെ പദ്ധതിയേക്കാളും, ഇപ്പം നിൻ്റെ പെര വെക്കണം, അല്ലെങ്കിൽ നിൻ്റെ മകൾക്ക് കാനഡയിൽ പോകണം, അല്ലെങ്കിൽ നിനക്ക് ഒരു സ്ഥലം വിറ്റുമാറണം, ഇതിന് നിൻ്റെ കുറേ പദ്ധതികളുണ്ട്. ഇതെല്ലാം നിൻ്റെ ഭാരം പിടിച്ച പദ്ധതികളാണ്. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ ഒരു വിഷയത്തിൽ തന്നെ ഭാരമില്ലാത്ത പദ്ധതിയുണ്ട്. ഈ ഭാരമില്ലാത്ത പദ്ധതിയാണ് നമ്മൾ ഉടമ്പടിയിൽ ദൈവത്തോട് ആവശ്യപ്പെടുന്നത്. ഈ ഭാരമില്ലാത്ത പദ്ധതി ആര് നിനക്ക് പറഞ്ഞു തരും? ആരാണ് പറഞ്ഞു തരേണ്ടത്? വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നെ അറിയിക്കും. ആരാണ്? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ്. കൈ അടിച്ച് കർത്താവ്. ദൈവത്തിലെ ഇപ്പോൾ ഈശോ എന്നാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിലെ നിൻ്റെ കയ്യിൽ നിൻ്റെ വീണ്ടെടുപ്പ്, നിൻ്റെ മകളുടെ കല്യാണം, നിൻ്റെ മക്കളുടെ ജോലി, ഇങ്ങനെയുള്ള നിൻ്റെ ബാധ്യതകൾ, നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഇതിന് നിൻ്റെ കയ്യിലുള്ള പദ്ധതി, നാട്ടുനടപ്പനുസരിച്ചുള്ള പദ്ധതി, സമൂഹ സമ്പ്രദായത്തിൻ്റെ പദ്ധതി, ഇതെല്ലാം എന്താണെന്നാണ് പറഞ്ഞത്? ഭാരം ഉള്ളതാണ്. കർത്താവിൻ്റെ പദ്ധതി എന്താണ്? ഭാരം കുറഞ്ഞതാണ്. ആർക്കറിയാൻ പറ്റുമോ അത്? പരിശുദ്ധാത്മാവിന്. ഇല്ലേ? ഇതാണ് ചോദിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ചോദിക്കുന്നെങ്കിൽ ലഭിക്കുമെന്ന് പറഞ്ഞില്ലേ? ദൈവത്തോടാണ് നമ്മൾ ചോദിക്കുന്നത്, അല്ല ചിറ്റപ്പനോടും അളിയനോടും കൊച്ചാപ്പനോടും അല്ല ചോദിക്കുന്നത്. നമ്മളോടാ ചോദിക്കണത്? ദൈവത്തോടാണ് ചോദിക്കണത്. ഇപ്പം നമ്മളൊക്കെ ലൂക്കായിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 11:7 തൊട്ട് 13 വരെയുള്ള വചനങ്ങൾ. ചോദിക്കുന്നെങ്കിൽ ലഭിക്കും. എന്ത് ചോദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക. എന്താ കാര്യം? ഞാൻ തരാൻ നിനക്ക്. എന്ത്? ഞാൻ തരുന്ന പദ്ധതി ലഘുവാണെന്ന്. കൈ അടിച്ച് കർത്താൻ. അതാണ് അച്ഛൻ കർക്കശ്യമായിട്ട് പറയണത്. മക്കളെ, നിങ്ങൾ കൂടിയ പ്രോജക്റ്റുകൾ ചെയ്ത് കർത്താവിനെ പക്ഷത്താക്കി കർത്താവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? കൂടുതൽ നല്ല നിലവാരമുള്ള പ്രോജക്റ്റുകൾ ചെയ്ത് എന്താ അച്ഛൻ ഉദ്ദേശിക്കണമെന്നറിയാവോ? ദൈവത്തിൻ്റെ അടുത്ത് വരണമെന്ന് പറഞ്ഞില്ലേ? ദൈവത്തിൻ്റെ അടുത്ത് വന്ന് ചോദിക്കണം. എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ ലൂക്ക 11:7 തൊട്ട് 13 വരെയുള്ള വചനങ്ങളാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പം പരിശുദ്ധാത്മാവ് എന്താ പറയണത്? അങ്ങനെ ചോദിക്കുന്നവൻ എന്ത് ചെയ്യണം? അടുത്ത് വന്ന് ചോദിക്കണം. അകലെ നിന്നുകൊണ്ട് ചോദിക്കരുത്, കടലിൻ്റെ അക്കരെ നിന്നുകൊണ്ട് ചോദിക്കരുത്. ചോദിക്കാൻ ഉദ്ദേശിക്കണം എന്ത് ചെയ്യണം? അടുത്ത് വന്ന് ചോദിക്കണം. അടുത്ത് വന്ന് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം വർദ്ധിച്ചേക്കുക, കുരിശെടുക്കുക, കൂടെ വരിക, അടുത്ത് നിൽക്കുക, കൈ അടിച്ച് കിടത്താണ്. ഇപ്പോൾ ഈശോ പരിശുദ്ധാത്മാവ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് ലൂക്കായുടെ സുവിശേഷം 11:7 ചോദിക്കുന്നെങ്കിൽ ലഭിക്കൂ എന്നുള്ള വചനത്തെ മത്തായിയുടെ സുവിശേഷം 16:24 ലൂപ്പ് ചെയ്തിരിക്കുകയാണ്. അല്ലേ? അതാണ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്തത്. എന്താ ചെയ്തത്? മത്തായിയുടെ സുവിശേഷം 16:24 എന്താ പറയണത്? എന്നെ ചോദിക്കുന്നവൻ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരാൻ. ഇപ്പം ചോദിക്കുന്നവന് അത് ലൂപ്പ് ചെയ്തിട്ട് എന്താ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത്? ചോദിക്കുന്നവൻ, മകളുടെ കല്യാണമായാലും വീട് വിൽക്കണ കാര്യമായാലും ശരി, ചോദിക്കുന്നവൻ, വഴിയില്ലാതിരിക്കുന്നവനായാലും ശരി, ചോദിക്കുന്നവൻ അടുത്ത് നിന്ന് ചോദിക്കാൻ പറഞ്ഞിരിക്കുക. പിടികിട്ടിയാ? ചോദിക്കുന്നവൻ അടുത്ത് നിന്ന് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കുരിശെടുക്കാത്ത ആർക്കും അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പം ഈശോ പറഞ്ഞില്ലേ, നിൻ്റെ
ഒരു കർണത്തടിക്കണവന് മറുകർണം കാണിച്ചു കൊടുക്കാൻ. അതായത് ഇത് ഒരു മനുഷ്യരാശിക്ക് ഒരു കാലത്ത്, കഴിഞ്ഞ കാലങ്ങളിലോ ഇനി വരാനിരിക്കുന്ന കാലത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്ന സത്യമല്ല. ഉൾക്കൊള്ളാൻ പറ്റരുതെന്ന് തന്നെയാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. എന്താ കാര്യം? ഇത് ഇഫ് യു വാണ്ട് ഫോളോ മീ ടു ദി ഗാലോസ്. ബോണഫർ പറഞ്ഞതാ, വലിയ ദൈവശാസ്ത്രജ്ഞരാ. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തൂക്കുമരം വരെ വരാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഗമിക്കുന്നവൻ ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ ആത്മാർത്ഥതയുള്ളവൻ ഏത് കുരിശും കർത്താവിൻ്റെ വചനത്തെ പ്രതി എടുക്കാൻ അവൻ തയ്യാറാകും. ആത്മാർത്ഥതയാണ് നിന്നെ അടുപ്പിക്കുന്നത് കർത്താവിൻ്റെ വചനത്തോട്. പറഞ്ഞ മനസ്സിലായില്ലേ? നിന്നെ ദൈവത്തോട് അടുപ്പിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനത്തോടുള്ള നിൻ്റെ ആത്മാർത്ഥതയാണ്. അത് ഒരു പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈശോ പറയും, ചെറിയ അജഗണമെന്ന് വിളിക്കും. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, പിതാവ് നിങ്ങൾക്ക് രാജ്യം കൽപ്പിച്ചു നൽകാൻ തിരുമനസ്സായിരിക്കും. നമ്മൾ 12:32 വായിക്കുക. യോഹന്നാനിലും ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, കർത്താവിനെ അനുഗമിക്കണം. അതായത് എൻ്റെ മക്കളെ, അടുത്ത് വരണമെങ്കിൽ കുരിശെടുക്കേണ്ടി വരും. കുരിശെടുത്താൽ മാത്രമേ അടുത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. കുരിശെടുക്കുന്നവർ മാത്രമാണ് ആത്മാർത്ഥമുള്ളവർ. ഈ ആത്മാർത്ഥമുള്ളവനെ കുരിശെടുക്കാൻ പറ്റത്തുള്ളൂ. കുരിശെടുക്കാൻ പറ്റുന്നവനെ അടുത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ആത്മാർത്ഥമുള്ളവരുടെ ആ ആത്മാർത്ഥത ആഴമുള്ളതാകാൻ വേണ്ടി ഈശോ അതിത്തിരി സങ്കീർണമാക്കിയിരിക്കുകയാണ് കർത്താവിനെ അനുഗമിക്കുക എന്നുള്ള നടപടി. കാര്യം അത് കോസ്റ്റ്ലിയാണ് ആദ്യകാലം മുതൽ. കാര്യം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ചിന്തിയാണ് പിതാവിനോടുള്ള അടുപ്പും ഐക്യദാർഢ്യവും ആത്മാർത്ഥതയും ഈശോ പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ നമുക്ക് തരുമ്പോൾ അതിൽ നിന്ന് അത്ര വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? പിതാവിനോട് ഈശോയ്ക്കുണ്ടായിരുന്ന ആത്മാർത്ഥത ഈശോ ഈ പരുവത്തിലാണ് അത് പ്രഖ്യാപിച്ചത്. അപ്പം നമുക്ക് ഈശോയ്ക്കുള്ള ആത്മാർത്ഥത ഇതിനേക്കാൾ അത്ര വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ട് അവൻ അനുഗമിക്കുന്ന വിഷയം വരുമ്പോഴെല്ലാം വിഷയം കോംപ്ലിക്കേറ്റഡ് ആക്കും. പരമാവധി ആത്മാർത്ഥമുള്ളവർക്ക് മാത്രം അനുഗമിക്കാൻ പറ്റുന്ന രീതിയിലാക്കും. അതുകൊണ്ടല്ലേ പറഞ്ഞിരിക്കണത്. ഇപ്പോൾ ബൈബിളിൽ കുറേ തെറ്റുകളുണ്ട്. ബൈബിളിൽ തെറ്റെന്ന് പറയുന്നത് എവിടെയാണ്? വചനത്തിലല്ല. ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സംഭവമില്ല, എന്താ സബ് ഹെഡിങ് ഇല്ലേ? ഞാനിന്ന് രാവിലെ ഇരുന്ന് കർത്താവിൻ്റെ വചനം 200 വെറുതെ പ്രാർത്ഥിച്ച് വായിക്കിയിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് സബ് ഹെഡിങ്ങൊക്കെ തെറ്റാണല്ലോ എന്ന്. ഞാനൊരു പണ്ഡിതനൊന്നുമല്ല. ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങളെ ക്ഷമിക്കുക, സഭയെ ക്ഷമിക്കുക. എന്നാലും ചില കാര്യങ്ങൾ എനിക്ക് തോന്നിയത് പ്രാർത്ഥനാപൂർവ്വം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ, 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 ഹല്ലേലൂയ, 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 യേശുവേ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലെ നമ്മളീ പറയുന്ന 32-ാമത്തെ വാക്യങ്ങളെല്ലാം കിടക്കുന്നത് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് നന്മ ചെയ്യുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത്? കൊടുത്തോടത്തോളം തന്നെ തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയിൽ പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും
വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള വചനങ്ങൾ, അതായത് അതും ഇതുപോലെ തന്നെ നിന്നോട് ചോദിക്കുന്ന ഏതൊരുവനും കൊടുക്കുക. നിൻ്റെ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകുന്നവനോട് തിരികെ ചോദിക്കരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ചികിടത്തടിക്കുന്നവന് മറ്റേ ചികിട് കൂടി കാണിച്ചു കൊടുക്കുക. മേലങ്കി എടുക്കുന്നവനെ കുപ്പായം കൂടി എടുക്കുന്നതെന്ന് തടയാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഇതിന് കൊടുത്തിരിക്കുന്നത്? ഇത് ലൂക്കായുടെ സുവിശേഷമാണ്. 6-ാം അധ്യായം 27 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇതിൻ്റെ സബ് ഹെഡിങ് എന്താ? തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. ഈ മനുഷ്യൻ്റെ മനഃശാസ്ത്രം അനുസരിച്ച് മനുഷ്യന് ഓരോ വചനം, മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് ആരാണ്? ആത്മീയനല്ല, ജഡികനാ. മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് ആരാണ്? ജഡികനാണ്, ആത്മീയനല്ല. ജഡികനായ മനുഷ്യനെ ആത്മീയനാക്കാൻ വേണ്ടിയാണ് ജഡത്തിൻ്റെ മേൽ അവൻ ശിക്ഷ വിധിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ മനുഷ്യന് അതാണ് ഈശോ പറഞ്ഞത്. ഈ ജഡികനായ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ പറഞ്ഞാൽ അവൻ ചോദിക്കും, എനിക്കെന്നാ കിട്ടുമെന്ന് ചോദിക്കും. മനുഷ്യൻ ഫണ്ടമെൻ്റലായിട്ട് ജഡികനല്ലേ? അപ്പോൾ ജഡികനായ മനുഷ്യനോട് ഇപ്പോൾ തിന്മയെ നന്മ കൊണ്ട് ജയിക്കാൻ പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിക്കുക, നമുക്കെന്നാ കിട്ടുമെന്ന് ചോദിക്കും. വെള്ളവെള്ളം കാണാതെ എണ്ണ കിട്ടുക, പാറ്റാപ്പിഴ കൊണ്ടാണ് എന്തിനാണെന്ന് ചോദിക്കും. നമ്മുടെ ഡയലോഗെല്ലാം ആ ടൈപ്പല്ലേ ഇത്. പക്ഷേ അത് കാരണം എന്ത് വരുന്നത്, എന്താ ചെയ്തിരിക്കണത് വെച്ചാൽ ഈശോ ചെയ്തിരിക്കുന്നത്, അതായത് ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കാനും ദൈവത്തിൻ്റെ പക്ഷത്താകാനും. ദൈവത്തിൻ്റെ പക്ഷത്താകുമ്പോൾ എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്? ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കുമെന്നാണ്. നമുക്ക് യേശുക്രിസ്തു നൽകിയവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് നൽകുകയില്ലേ എന്ന്, അല്ലേ? അപ്പോൾ ദൈവം നമുക്ക് നൽകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കർക്കശമായ രീതിയിൽ നമ്മൾ ദൈവത്തെ അനുഗമിച്ച് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹം ഇങ്ങനെ ആണ് ഈശോ സങ്കീർണപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇത് ആൾക്കാർക്ക് മനസ്സിലാകാതിരിക്കാനാണ് ഈ നിൻ്റെ ചികിടത്തടിക്കുക എന്ന് പറയുമ്പോൾ തന്നെ 4 കാലം വീണ് അവിടുന്ന് ആ പറമ്പിൽ നിന്ന് ആ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടും. പിന്നെ വേറെ പണിയൊന്നും ഇല്ല. വെറുതെ നിന്റെ മക്കൾ മനുഷ്യൻ രക്ഷയില്ല. അപ്പോൾ ചികിടത്തടിക്കുന്നവനെ സംബന്ധിച്ചിടത്ത് എന്തിടാന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാടാന്ന് ചോദിക്കണം. അല്ലാതെ പിന്നെ നമ്മൾ ഈ മുഖത്ത് മീതിയം വെച്ചെടുത്തിട്ട് എന്നാ കാര്യം ചോദിക്കും. നമ്മുടെ പെണ്ണുങ്ങൾ തന്നെ ചോദിക്കും, നിങ്ങളൊരു മനുഷ്യനാണ്, നിങ്ങളൊരു പുരുഷനാണെന്ന് ചോദിക്കും. അപ്പോഴും മനുഷ്യൻ്റെ പൗരുഷത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വെല്ലുവിളി ഉയർത്തുന്നത് ആരാണ്? യേശുവിൻ്റെ വചനങ്ങളാണ്. മനുഷ്യൻ്റെ സ്വഭാവത്തെയും പ്രകൃതിയെയും പൗരുഷത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് ഒരു വെല്ലുവിളി ഉയർത്തുമ്പോൾ ആ വെല്ലുവിളിയുടെ ഉള്ളിൽ നിനക്കുള്ള വാഗ്ദാനങ്ങളുണ്ട് എന്ന് പറയുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. കൈ അടിച്ചു കിടത്താൻ അവസാനമായി ഈശോ എന്നാ പറഞ്ഞത്? കോംപ്ലിക്കേറ്റഡ് വചനം. വചനത്തിനുള്ള ഒരു സ്വഭാവം എന്താണ്? വചനം ദുർഗ്രഹമായി വരും. വചനം മനഃപൂർവ്വം ദൈവം ദുർഗ്രഹമാക്കുകയും ചെയ്യും. വചനം ദുർഗ്രഹമാകുന്നത് ആശയത്തിലുമാണ് ആവിഷ്കാരത്തിലുമാണ്. ആശയത്തിലും ആവിഷ്കാരത്തിലും വചനം ദുർഗ്രഹമാകുമ്പോൾ എല്ലാവരെയും പ്രതീക്ഷിക്കുന്നില്ല എന്ന് വേണം വിചാരിക്കാൻ. വചനം ദുർഗ്രഹമാക്കി കഴിഞ്ഞപ്പോൾ അവരൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്കും പോകണമെന്നുണ്ടോ എന്ന്, അല്ലേ? വചനം ആശയത്തിലും ആവിഷ്കാരത്തിലും ദുർഗ്രഹമായി കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു, ഹൗ ക്യാൻ വി അപ്രിഹെൻഡ്, ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇത് ദുർഗ്രഹമാണല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോരുത്തരുടെ പോയി കഴിഞ്ഞു.
അപ്പോഴേ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിക്കണത്? 6:69 യോഹന്നാൻ്റെ സുവിശേഷം, നിങ്ങൾക്കും പോണമെന്നുണ്ടോ? ഒരു വചനം ദുർഗ്രഹമായി കഴിയുമ്പോഴേ നമ്മൾക്ക് നിൽക്കണ വേണ്ടതെന്ന് നമ്മളോട് വെല്ലുവിളിക്കുകയാണ് ദൈവം. ഇപ്പം നിൻ്റെ കർണത്തടിക്കണവന് മറ്റേ കർണം കാണിക്കാൻ പറഞ്ഞില്ലേ? സംഭവം ദുർഗ്രഹമായില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? പോകണമെന്ന് ചോദിക്കുകയാണ്. ഇത് കോസ്റ്റ്ലിയാണ്. എൻ്റെ മകൻ്റെ ചോരയിലാണ് ഈ സംഭവം ചെയ്തിരിക്കണത്. ഈ നിത്യരക്ഷ ചെയ്തിരിക്കണത് എൻ്റെ മകൻ്റെ ചോര ചെയ്തിരിക്കുകയാണ്. ഇത് വേണമെങ്കിൽ പേയ്മെൻറ്റ് നടത്തണം, പോകണം തീരുമാനിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അവർ പറഞ്ഞ് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസിനോട് ചോദിച്ചു, ഡു യു വാണ്ട് ടു ഗോ ടീച്ചർ, നിനക്ക് പോകണം? അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു കൊട്ട് കൊടുത്തു. സേ ദ ട്രൂത്ത്, സത്യം പറ പത്രോസേ. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലല്ലേ? നീ ലോകത്തിലേക്ക് വരായിരുന്ന മിശിഹായാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവവേദലേ, കർത്താവിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം എല്ലാ വചനങ്ങളും വെല്ലുവിളിയാകുമ്പോൾ, വെല്ലുവിളിയുടെ ഉള്ളിലെല്ലാം ദൈവത്തിന് വാഗ്ദാനം ഉണ്ടെന്ന് പറയുമ്പോൾ, നീ നിൻ്റെ ഭൗതിക സമ്മർദ്ദത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ ഭൗതിക ആനുകൂല്യങ്ങൾ നീ നേടിയെടുക്കുമ്പോൾ, അതിലൂടെ അതിനു വേണ്ടിയുള്ള നിൻ്റെ പരിശ്രമങ്ങളിലൂടെ ദൈവത്തിൻ്റെ സത്യസന്ധമായ വാഗ്ദാനമായ നിത്യജീവനിലേക്കാണ് ദൈവം നിന്നെ വിളിക്കണത്. ദൈവത്തിലെ എൻ്റെയും നിൻ്റെയും എല്ലാ ജീവിതത്തിൻ്റെ നമുക്കുള്ളൊരു ഗുണം എന്താണെന്നറിയാവോ? നമ്മളുടെ എല്ലാ ഭൗതിക ആവശ്യങ്ങളുടെ ഉള്ളിലും നിത്യജീവൻ വെച്ചുകൊണ്ടാണ് ദൈവം തരണത്. നിത്യജീവൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭൗതിക ആനുകൂല്യം മാത്രം വെച്ച് തരണ ഒരു പാക്കേജ് ഇല്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇപ്പം നിന്നോട് ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നതിന് എന്നാ പറഞ്ഞിരിക്കണത്? മേലങ്കി കൂടി വിട്ടുകൊടുത്തേക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താ കാര്യം? ഈ മേലങ്കി സിമിത്തേരി വരെ ഉണ്ടാകത്തുള്ളൂ. അതല്ലേ പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം അതല്ലേ? നിന്നോട് ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് നിൻ്റെ മേലങ്കി കൂടി വിട്ടുകൊടുത്തേക്കാൻ പറഞ്ഞിരിക്കുക. എന്നാ കാര്യം? മേലങ്കി സിമിത്തേരി വരെ ഉണ്ടാകത്തുള്ളൂ. അത് കഴിയുമ്പോൾ ഈ സാധനം ജീർണിച്ച് പോകും. ഞാൻ നിനക്ക് ഉടുപ്പ് തരുമെന്നും പറഞ്ഞല്ലേ ബൈബിൾ അവസാനിപ്പിക്കണത്. ഞാൻ നിനക്ക് ഉടുപ്പ് തരും. എന്തുടുപ്പാ? ജീർണിക്കാത്ത, പുഴുവെടുക്കാത്ത, തുരുമ്പടിക്കാത്ത മഹിമയുടെ വസ്ത്രമണിയിക്കുമോ? ഞാൻ കൈയിട്ടിച്ച് കിടത്താണ്. മേലേക്ക് കൊടുക്കാൻ പറയുമ്പോൾ മഹിമയുടെ വസ്ത്രമെന്ന് നിനക്ക് ഞാൻ അതൊക്കെ കൊടുത്തിരിക്കും മോളെ. മഹിമയുടെ വസ്ത്രം നിനക്ക് വെച്ചിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ ആര് വേണം? പരിശുദ്ധാത്മാവ് വേണം. അതാണ് പ്രശ്നം. അതാണ് സഹായം എന്ന് പറയണത്. ഇപ്പം എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നഷ്ടം വരണമല്ല. ഇപ്പം എന്താ അവസാനം പരിശുദ്ധാത്മാവ് പറയണത്? ദൈവത്തിലെ എല്ലാ വചനവും വെല്ലുവിളിയാണ്. വെല്ലുവിളിയുടെ ഉള്ളിൽ വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം നിത്യജീവനാണെന്ന്. അതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടത്തില്ല. എവിടെയെങ്കിലും ഏറിയ കുറവ് ചിലപ്പോൾ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ അങ്ങനെ പിടിച്ചു പറിച്ചാലും നാത്ത് മോന്ത കയറ്റിയാലും നാട്ടുകാരെ കൈയേറിയതായാലും യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് നീ അത് സ്വീകരിക്കുകയോ എടുക്കുകയോ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ സമ്മാനം, നിന്റെ വാഗ്ദാനം കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അവൻ നിത്യതയോളോ നിന്റെ വാഗ്ദാനമാണ്, നിത്യതയോളോ നിന്റെ നിത്യ സമ്മാനമാണ്. കൈ അടിച്ചു കർത്താൻ എഴുന്നേൽക്കുക. സന്തോഷത്തിൽ എഴുന്നേൽക്കുക. കർത്താവ് പറഞ്ഞ വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ബാക്കിയുള്ള കാര്യങ്ങൾ കർത്താവ് ഏറ്റെടുത്തോളൂ. ഇപ്പോൾ നമ്മൾ ആരാധനയിൽ ഉടമ്പടി വെച്ച കാര്യങ്ങൾക്കും ഉടമ്പടി ചെയ്യാത്ത മക്കൾ അവർ വേദനിക്കുന്ന വിഷയങ്ങൾക്കും വേണ്ടി അച്ഛനും കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വലിയ അനുഗ്രഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും വലിയ സമയം. ഓരോ മക്കൾക്ക് ഇവിടെ കയറി ഇന്ന് സാക്ഷ്യം പറഞ്ഞ മക്കളെ പോലെ നിങ്ങൾക്കും ഒരു ദിവസം ഇവിടെ കയറി സാക്ഷ്യം പറയാൻ സഹായിക്കും. കാര്യം ഇത്
അമ്മ പ്രത്യക്ഷപ്പെട്ട അത്ഭുതത്തിൻ്റെ അൾത്താറയിലാണ് ഈ ആരാധന നടക്കുന്നത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, കർത്താവേ, നിന്റെ വിശുദ്ധമായ വലത് കരത്താൽ, ആണിപ്പഴുതാറുന്ന അത്ഭുത കരത്താൽ ഓരോ മകനെയും ഓരോ മകളെയും സ്പർശിക്കണമേ. ക്യാൻസർ രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, രക്തരോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, അഗ്നിമഗ്നിച്ചുള്ള രോഗങ്ങള്, ആഹാരത്തിന് മടുപ്പുള്ള രോഗങ്ങള്, വാതരോഗങ്ങള്, ശിരസ് രോഗങ്ങള്, ഹൃദയരോഗങ്ങള്, കരൾ രോഗങ്ങള്, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. രോഗമെല്ലാം മാറിയിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിയിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വിവാഹ തടസ്സം, മക്കളില്ലാത്തവര്, വീടില്ലാത്തവര്, വീട് വെക്കാൻ സ്ഥലമില്ലാത്തവര്, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഭവനരഹിതരെ, ഭവനം വയ്ക്കാനുള്ള സ്ഥലമില്ലാത്തവരെ, സ്ഥലം വിറ്റുമാറാൻ ആഗ്രഹിക്കുന്നവരെ, കടം പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നവരെ, സാമ്പത്തികമായ കടത്താൽ പൊറുതിമുട്ടിരിക്കുന്നവരെ, അമ്മ പരിശുദ്ധമ്മേ, ദേവമാതാവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മധ്യസ്ഥം വഹിക്കണമേ. ഈശോനോട് പ്രാർത്ഥിക്കണമേ. ജീവിത ഭാരങ്ങള് അമ്മയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടത് യേശു നാമത്തിൽ മാറിപ്പോട്ടെ. ഹല്ലേലൂയ, ജീസസ് ജീസസ് ജീസസ്. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പഠിക്കുന്ന മക്കള് പഠനത്തിൻ്റെ പരാധീനതകൾ, നൈപുണ്യ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, അമ്മ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ മേഖലയിൽ ആ വലിയ ആശ്വാസത്തിൻ്റെ കാര്യങ്ങൾ ഓരോ ദിവസവും അമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം നമുക്ക് ഉറപ്പാണ്, നമുക്ക് പ്രത്യാശയാണ്. ഇപ്പോഴവസാനം സാക്ഷ്യം പറഞ്ഞ മോളിലെ അവൾക്കത് 12 കൊല്ലമായിട്ട് അവൾ നാട്ടിൽ അവിടെ ജീവിക്കണമെങ്കിലും അവൾക്ക് IELTS ഒരിക്കലും കിട്ടത്തില്ല. ഞാൻ ആ മെസ്സേജ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ കിട്ടത്തില്ല ഒരിക്കലും, പിന്നെ മിറക്കിൾ സംഭവിക്കണം. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം. എന്താണ്? നീ സാക്ഷ്യം പറയാൻ തീരുമാനിക്കണം. കാരണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ നീ തീരുമാനിച്ച മിറക്കിൾ സംഭവിക്കും. അതാണ് ആ മോൾ ഇവിടെ വന്ന് സാക്ഷ്യം ഇപ്പോൾ പറഞ്ഞത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് വന്ന വഴിക്ക് ആ സാക്ഷ്യം പറയാനുള്ള കാരണം എന്താ? അത് മിറക്കിളാണ് സംഭവിച്ചത്. ഉടമ്പടിയിൽ മിറക്കിളിൻ്റെ പ്രയറാണത്. അതിൻ്റെ ആസ്തി നമ്മുടെ വിശ്വാസത്തെക്കാളുപരി അമ്മയുടെ മധ്യസ്ഥമാണ്. ഉടമ്പടി നിൻ്റെ ഇടയ്ക്ക് നിന്ന് വിശ്വാസമല്ല ആവശ്യപ്പെടുന്നത്. എന്താണ് ആവശ്യപ്പെടുന്നത്? വിശ്വസ്തതയാണ്. നീ വിശ്വസ്തനായി നിന്നാൽ മതി, വിശ്വസ്തയായി ഇരുന്നാൽ മതി. ബാക്കി അമ്മ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. കാര്യം ചെയ്യണമെന്ന് നമ്മുടെ ഉള്ള കയ്യിലുള്ള കാര്യമല്ല, അത് അമ്മയുടെ സ്വന്തം വിഷയങ്ങളാണ്. നീ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? അമ്മേ, ഉടമ്പടിയോട് വിശ്വസ്തനായി നിൽക്കാൻ, വിശ്വസ്തയായിരിക്കാൻ പ്രാർത്ഥിക്കുക. അമ്മേ, ഉടമ്പടിയോട് വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പല മക്കൾക്കും വന്നിരിക്കുന്ന അബദ്ധം അതാണ്.
എന്താ കാര്യം? അവരിടക്കാലം കൊണ്ട് പഴയ സ്വഭാവം കാണിക്കും. പഴയ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും കാര്യം ആരംഭിച്ചു വരുത്തം ഉണ്ടാക്കിയിട്ട് പെട്ടെന്നൊരു 4-5 ദിവസമോ ഒരു ആഴ്ചയൊക്കെ സംഭവം ചെയ്തിട്ട് പിന്നെ ടക്കെന്ന് പോകും. അങ്ങനെ ചെയ്യരുത്. ഉടമ്പടിയിട്ട് ചെയ്യരുത്. ഉടമ്പടി എന്ന് പറഞ്ഞ 2 വിഷയമാണ്. ഒന്ന്, നിന്നെ അളക്കണ പ്രാർത്ഥനയാണത്. കാര്യം ദൈവത്തിനറിയാം ഇത് എപ്പോഴായാലും ചെയ്യുമെന്ന്. നീ പൊട്ടത്തം കളിച്ചിട്ട് ഇടയ്ക്ക് നിൻ്റെ സ്വഭാവം കാണിക്കും. ആരെങ്കിലും ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരെ അത് വരികയാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ നീ ഉടമ്പടി പ്രാർത്ഥന മുടക്കും, അല്ലെങ്കിൽ ഉടമ്പടി ധ്യാനം മുടക്കും, അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം മുടക്കും, അല്ലെങ്കിൽ ആക്കാനും വേണ്ടി ഒക്കാനിക്കാൻ വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം നടത്തിയിട്ട് പത്രം ആർക്കും കൊടുക്കും. ഇതൊക്കെ ഈ സാക്ഷ്യം പറഞ്ഞ ആൾക്കാരൊക്കെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കർത്താവ് എന്നും പറഞ്ഞ് 100-150% വിശ്വസിച്ച് ചെയ്യണ ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉടമ്പടിയിൽ എവിടെയെങ്കിലും അല്പം വൈബ്രേഷൻ അല്പം തെറ്റാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സാപ്രകടനം ചൊല്ലി മാപ്പ് ചോദിച്ചിട്ട് നിങ്ങൾ ഉശിരോടുകൂടി അങ്ങോട്ട് സ്റ്റഡ് ചെയ്താൽ മതി. വേറെ ഒരു കുഴപ്പമൊന്നുമില്ല. കർത്താവ് നിങ്ങളിൽ നിന്ന് ഒരിക്കലും പിരിഞ്ഞു പോകത്തില്ല. ഈശോ പറഞ്ഞില്ലേ ഞാൻ വിശ്വസ്തനായിരിക്കുമെന്ന്. ഞാൻ വിശ്വസ്തനായിരിക്കുമെന്ന് പറഞ്ഞില്ലേ? പിന്നെന്താ നമുക്ക് പഠിക്കാൻ കാര്യം? അപ്പം നമ്മൾ അനുതാപപ്പെട്ടാൽ മതി, മാത്രം മതി. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി വെച്ച മുഴുവൻ കാര്യങ്ങളുടെ മേലും സാക്ഷ്യം വഹിക്കുവാനും കർത്താവിന് സാക്ഷിയായി ജീവിക്കുവാനും എന്നെ ഇപ്പം അനുഗ്രഹിക്കണമേ. ഉടമ്പടി വെച്ച മുഴുവൻ കാര്യങ്ങളുടെ മേലും സാക്ഷിയാകാനും സാക്ഷ്യം വഹിക്കാനും കർത്താവിന് സാക്ഷിയായി ജീവിക്കുവാനും അഭിഷേകം ചെയ്യണമേ. മാർഗരോഗങ്ങള്, തീരാവേദനകള്, മക്കളില്ലാത്ത മക്കള് ഈശോയുടെ നാമത്തില് ഈ നിമിഷം ജോലിയില്ലാത്തവര്, ഈ നിമിഷം വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ, ചെയ്തുകൊണ്ടിരിക്കുന്ന, നാട്ടില് ജോലിയില്ലാത്തവരെ, നാട്ടില് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ, ജോലിയിൽ നിന്ന് വേണ്ടത്ര വരുമാനമില്ലാത്തവരെ യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അഭിഷേകമേ, അഗ്നിയഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നിയഭിഷേകമേ, ഓ അഗ്നിയഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. പരിശുദ്ധവികാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വസ്തു ഉയർത്തി പിടിക്കുക. വിശ്വാസ പ്രമാണം ചൊല്ലുക. Lord Jesus Christ, pour out His Spirit. The fire fingers soak with the precious blood. Lord, infuse His Spirit. And with the authority of the Catholic Church, the power of Jesus Christ, with the merit of the Holy Priesthood, I bless the whole of these relics. Those who have grace and peace and power. സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. സെപ്റ്റംബർ 26-27 പ്രേക്ഷിതരുടെ ധ്യാനം. കൃപാസനം പ്രവർത്തകരുടെ റാലിക്ക് വേണ്ടിയുള്ള ഒരുക്ക ധ്യാനം എല്ലാ വർഷവും ഉള്ളതാണ്. എല്ലാ മേഖലകളിലുമുള്ള കൃപാസന പ്രവർത്തകർ ഈ ധ്യാനത്തിൽ ഇവിടെ താമസിച്ച് ധ്യാനിക്കേണ്ടതാണെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ബുധനാഴ്ച രാവിലെ തുടങ്ങും. ഉടനെ ഹോസ്പിറ്റൽ മിഷനാണ്. ഹോസ്പിറ്റൽ മിഷനുള്ളവരെ ഓപ്പൺ ഓഡിറ്റോറിയത്തിലേക്ക് വരേണ്ടതാണ്. ലഘുഭക്ഷണം കഴിഞ്ഞ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്റെ പരിശുദ്ധ പരമ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ.